പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകൽ വരികയാണ്. ഒരുപാട് വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകളാണ്. ആ 99 പേരുകൾ എങ്ങനെയാണ് പറയേണ്ടത്, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ, സുന്ദരമായ പേരുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേരുകളാണ് ഈ പേരുകൾ. ഇതൊരാൾ മനഃപ്പാടമാക്കിയാൽ, കാണാതെ പഠിച്ചാൽ അവനക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടാലോ. അസ്മാഉൽ ഹുസ്ന, ആ 99 പേരുകൾ, ആ 99 പേരുകൾ നമ്മൾ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും കിടക്കുന്ന സ്ഥലത്തും നടന്നു പോകുമ്പോഴും പറയേണ്ട, അങ്ങനെ പറഞ്ഞാലും കൂലി കിട്ടും. പക്ഷേ നമ്മൾ ഈ പേരുകൾ പറയുമ്പോൾ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റി കിട്ടണമെങ്കിൽ ഇതിന് ചില മര്യാദകളുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ പറയുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അസ്മാ ഉൽ ഹുസ്ന, നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പഠിച്ചാലോ. ചില ആളുകൾ ഈ അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോൾ യാ അല്ലാ യാ അല്ലാ എന്ന് ചേർത്ത് പറയാറുണ്ട്. ചില ആളുകൾ ജല്ല ജലാലു ജല്ല ജലാലു എന്ന് ചേർത്ത് പറയാറുണ്ട്. എങ്ങനെയാണ് നല്ല രൂപം? അള്ളാഹുവിൻ്റെ പേരുകൾ പറയുമ്പോൾ നല്ല രൂപം ഏതാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അവസാനം വരെ കാണണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായവും അവൻ്റെ ബറക്കത്തും നിഅമത്തുമൊക്കെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധത്തിലുള്ള സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാവാനുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകൽ. അതിശ്രേഷ്ഠമായ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന, വളരെയധികം അല്ലാഹു തആല അവൻ്റെ അടിമകളിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കി അവർ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരുപാട് പുണ്യം കൊടുക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ സുന്ദരമായ 99 പേരുകൾ, ആ പേരുകൾ ബന്ധപ്പെട്ട് ആ പേരുകൾ പറഞ്ഞാലുള്ള ഗുണം എന്താണ്, ആ പേര് എങ്ങനെയാണ് പറയേണ്ടത്, ഏത് രൂപത്തിലാണെന്ന് വിശദമായി ഇതാ നമ്മൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കൊക്കെ പേരുണ്ട് അല്ലേ, പേരില്ലാത്തവരായ ആരുമില്ല. നമുക്കൊക്കെ ഇപ്പോൾ എൻ്റെ പേര് അർഷദ് എന്നാണ്. പിന്നെ നിങ്ങളുടെ പല ആളുകളുടെയും, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ടാകും, ചിലപ്പോൾ റഫീഖ് ഉണ്ടാകും, ചിലപ്പോൾ റസാഖ് ഉണ്ടാകും, ചിലപ്പോൾ അബ്ദുൽ ഖാദർ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേരുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ആമിന ഉണ്ടാവും, ഫാത്തിമ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, രാജാതിരാജനായ അല്ലാഹു തആല നമ്മളെയൊക്കെ സൃഷ്ടിച്ച്, നമ്മുടെ വാപ്പമാരെ സൃഷ്ടിച്ച്, നമ്മുടെ ഉമ്മമാരെ സൃഷ്ടിച്ച്, നമുക്ക് വേണ്ട വെള്ളം തന്ന്, നമുക്ക് വേണ്ട ഭക്ഷണം തന്ന്, നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്ന്, നമുക്ക് നമ്മുടെ കുടുംബം തന്ന്, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, എല്ലാ സുഖസൗകര്യങ്ങളും തന്ന രാജാതിരാജനായ അല്ലാഹ്, ആ അല്ലാഹുവിന് ഒരുപാട് പേര്, 1000-ലധികം പേരുകൾ അല്ലാഹുവിനുണ്ടെന്നാണ്. അള്ളാഹ്ക്ക് 1000-ലധികം പേരുണ്ട്. അള്ളാഹുവിൻ്റെ ഒറിജിനൽ പേരെന്താ? അല്ലാഹ് എന്നാണ്. അല്ലാഹ് എന്നാണ് ഒറിജിനൽ പേര്. ഈ അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല ആളുകളും അല്ലാഹ് എന്നാ പറയാം അല്ലേ. അതായത് ഈ അല്ലാഹ് എന്നല്ല പറയേണ്ടത്. എങ്ങനെയാ? നമ്മുടെ ഈ നാവിൻ്റെ അഗ്രഭാഗം, നാക്കിൻ്റെ അറ്റഭാഗം, നമ്മുടെ ഈ പല്ലിൻ്റെ താഴ്ഭാഗത്ത് മുട്ടാൻ പാടില്ല. അല്ലാഹ് എന്നല്ല പറയേണ്ടത്. നമ്മുടെ നാവിൻ്റെ ഈ അഗ്രം, നമ്മുടെ നാവിൻ്റെ അറ്റഭാഗം, നമ്മുടെ ഈ മുൻപല്ലുണ്ടല്ലോ, മുൻപല്ലിൻ്റെ ഉൾഭാഗത്തിൻ്റെ മുകളിലായിരിക്കും അല്ലാഹ് എന്ന് പറയണം. അല്ലാഹ്
അങ്ങനെ പറയണം. അല്ലാ അല്ലാ എന്നല്ല, അല്ലാ എന്നാണ് പറയേണ്ടത്. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പടച്ച തമ്പുരാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പടച്ച തമ്പുരാൻ, റഹീമായ തമ്പുരാൻ, റസാഖായ തമ്പുരാൻ, അങ്ങനെ പല പല പേരുകൾ നമ്മൾ അള്ളാഹുവിന് പറയാറുണ്ട്. അല്ലാ എന്നാണ് അള്ളാഹുവിൻ്റെ ഒറിജിനൽ പേര്. അള്ളാഹുവിന് 1000-ലധികം പേരുകളുണ്ട്. അതിൽ 99 പേരുകൾ അസ്മാ ഉൽ ഹുസ്ന, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ അസ്മാ ഉൽ ഹുസ്ന, അത്യുന്നതങ്ങളായ അല്ലെങ്കിൽ സുന്ദരമായ അള്ളാഹുവിൻ്റെ പേര്. ആരാണ് അള്ളാഹു? ആരാണ് അല്ലാഹ്? ആരാണ്? തുഹി മാലികേ ബഹ്റോ ബർ ഹേ, തുഹി ഖാലികേ ജിന്നോ ബശർ ഹേ, തു അസലി ഹേ തു ബദലി ഹേ, തെരാ നാം അലി ഹേ അലീം ഹേ. അല്ലാഹ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാമ ഇക്ബാൽ പറഞ്ഞ വരികളാണിത്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ നാം വസിക്കുന്ന പാരാവാരമാകുന്ന, അല്ലെ, പാരാവാരമായി കിടക്കുന്ന ഈ ഒരു ആകാശം, പാരാവാരമായ ഈ ആകാശം, ആ ആകാശവും അതിലൂടെ വട്ടമിട്ട് പറക്കുന്ന ചെറു തുഞ്ഞാരം പക്ഷികൾ, നാം വസിക്കുന്ന ഈ ഭൂമിയും ഈ ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന 4 സമുദ്രങ്ങൾ, ആ 4 വലിയ സമുദ്രങ്ങളെയും ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ പോകുന്ന ചെറിയ മത്സ്യങ്ങളെയും ആ മത്സ്യത്തെ പിടിച്ചു തിന്നുന്ന നീല തിമിംഗലങ്ങളെയും, ആ തിമിംഗലങ്ങൾ അടിയിലൂടെ പോകുമ്പോൾ മുകളിലൂടെ പോകുന്ന കപ്പലുകൾ, ആ കപ്പലുകളെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഹൃദയ നാഡീ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന അല്ലാഹ്. നമ്മളൊക്കെ ജനിച്ചത് മുതൽ കേൾക്കുന്നതാണ് എന്ത്? അല്ലാഹ് എന്ന പേര്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വലത് ചെവിയിൽ എൻ്റെ വാപ്പ ബാങ്ക് കൊടുത്തു, എൻ്റെ ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യും, അല്ലേ? ഞാൻ നിസ്കരിക്കുന്ന സമയത്തും, അതുപോലെ ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്തും, ഞാൻ ദുആ ചെയ്യുന്ന സമയത്തും, ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തും, ഞാൻ ദിക്ർ പറയുന്ന സമയത്തും, എല്ലാ സമയത്തും എന്ത്? അല്ലാഹ് എന്ന വാക്ക് ഞാൻ ഉപേക്ഷിക്കാറില്ല. അല്ലാഹ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുകയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനകത്ത് തന്നെ 4 വരെ പാടിയുള്ളൂ, പക്ഷെ അതിനകത്ത് എത്രയോ പ്രാവശ്യം അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അല്ലാഹ് എന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. നമുക്ക് ഒരിക്കലും മൻ അറാദ മൂനിസാ വൽ ഖുർആനു യക്ഫി മൻ അറാദ സ്വാഹിബാ വല്ലാഹു യക്ഫി. അതായത് ആർക്കെങ്കിലും ഒരു നേരം പോക്ക്, വെറുതെ സമയം പോകുന്നില്ല, അല്ലെങ്കിൽ സമയം കളയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഖുർആൻ എടുത്ത് ഓതട്ടെ എന്നാണ്. ആരെങ്കിലും ഒരു കൂട്ടുകാരൻ, അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കൂട്ടുകാരൻ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹിനെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ്. അപ്പോൾ അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അള്ളാഹിനോട് പറയാൻ പറ്റാത്തതായ ഒരു കാര്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറയാം. എല്ലാ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് അള്ളാഹിനോട് പറയാം. എല്ലാ സങ്കടങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. എല്ലാ സന്തോഷവും നമുക്ക് അള്ളാഹിനോട് പറയാം, അല്ലേ? അള്ളാഹുവിനെ നമ്മൾ എന്താ പറയുക? അള്ളാഹുവിനെ നമ്മൾ എന്താ പറയുക? നീ എന്നല്ല, അല്ലേ? അള്ളാഹുവേ നീ തരണേ എന്ന, അല്ലേ? നമ്മൾ ദ്വാരക്കുമ്പോൾ പടച്ചവനെ നിന്റെ അനുഗ്രഹം, നിന്റെ, നീ, അള്ളാഹു താല അവൻ്റെ അനുഗ്രഹം. അപ്പോൾ അള്ളാഹിനെ നമ്മൾ ഒരു കൂട്ടുകാരനേക്കാൾ കൂടുതൽ അടുത്താണ് നമ്മൾ അള്ളാഹിനോട് പെരുമാറുക, അല്ലേ? നീ എന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി പറയാറുണ്ട്, നിന്റെ എന്ന് പറയാറുണ്ട്, അവൻ്റെ എന്ന് പറയാറുണ്ട്. അത്രമാത്രം നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ പറ്റുന്ന ആളാണ് പടച്ച തമ്പുരാൻ. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ഈ കാണുന്ന ശരീരം, ഈ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്ന പടച്ച തമ്പുരാൻ. ആ അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ആ 99 പേരും നമുക്കറിയാം. 99 പേര് അസ്മാ ഉൽ ഹുസ്ന കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതണേ. അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് എഴുതിക്കേ. എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാമല്ലോ, അല്ലേ? നമ്മൾ നൂറുൽ ഈമാൻ എന്ന് പറയാറുണ്ട്, അസ്മാഉൽ ഹുസ്ന എന്ന് പറയാറുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഈ പേരിനാണ് നമ്മൾ നൂറുൽ ഈമാൻ എന്നൊക്കെ പറയാറുള്ളത്. അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതുപോലെ അള്ളാഹ് നമ്മളെ തിരിച്ചിഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹ് നമ്മളെ തിരിച്ചിഷ്ടപ്പെടുമെന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ചെയ്യേണ്ട അമലുകളാണ് സുന്നത്തായ കർമ്മങ്ങൾ. സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് പേരുകളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 99 പേരുകൾ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അതിശ്രേഷ്ഠമായ ചില പേരുകളുണ്ട്. ആ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു ദുആ വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിൻ്റെ ആ 99 പേരുകൾ അത് നമ്മൾ ഒന്നിച്ച് പറയാൻ പോവുകയാണ്. പല ആളുകളും പല രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ പേര് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഈ പേരുകൾ നൂറുൽ ഈമാൻ ചൊല്ലുന്നത് പല രൂപത്തിലാണ്.
മഹാനായ ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനൊരു മലക്കുണ്ട്. ആ മലക്കിന് 1000 തലകളുണ്ടെന്നാണ്. 1000 തലകൾ ഇങ്ങനെ ഉണ്ട്. ആ ഓരോ 1000 തലയിലും എന്തുണ്ട്? 1000 മുഖങ്ങളുണ്ട്. ആ 1000 മുഖത്തിൽ 1000 നാവുകളുണ്ട്. ആ മലക്ക് സദാസമയം അള്ളാഹുവിന് ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തക്ബീർ പറയുന്നു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, ആ മലക്കിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉണ്ട്. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ പേര് പറയുന്ന, അസ്മാഉൽ ഹുസ്ന പറയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഈ മലക്കിനേക്കാൾ കൂടുതൽ പുണ്യം തരുന്നതാണ്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ആ പേരുകൾ ഇതാ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. ഈ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെ കാണാതെ അറിയാം. ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, വലിയ ചെറിയ അശുദ്ധിയിൽ നിന്നെല്ലാം ശുദ്ധിയായിരിക്കണം. ഒരു ഇസ്മാവട്ടെ അല്ലെങ്കിൽ അത് 99 പേര് നമ്മൾ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ശുദ്ധി ഉണ്ടാവണം. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധി, അതായത് വുളുവോടുകൂടി വേണം നമ്മൾ പറയാൻ. ഖിബിലക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ ഈ പേരുകൾ പറയാൻ. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. ഒറ്റയ്ക്കിരുന്ന് പറയലാണ് ഏറ്റവും നല്ലത്. എല്ലാവരും കൂടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ പറയുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ മൊബൈലിൻ്റെ ഉപയോഗം പാടില്ല. പിന്നെ അക്ഷരങ്ങളൊക്കെ, ഓരോ പേരിൻ്റെയും അക്ഷരങ്ങൾ കൃത്യമായി നമ്മൾ ഉച്ചരിച്ച് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന ഇജാസത്തോടു കൂടി നമുക്ക് പറയാം, ഇജാസത്തില്ലാതെയും പറയും. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ മഹാൻ നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോ എന്ന ഒരു ഇജാസത്ത് തന്നാൽ നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അസ്മാഉൽ ഹുസ്ന പറയാൻ പോവുകയാണ്. അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം ഉണ്ടോ, ഓരോ ഇസ്മുകൾ പറയുമ്പോഴും വ്യത്യസ്തമായ നേട്ടങ്ങളാണ് അല്ലാഹു തആല നമുക്ക് തരുന്നത്. അല്ലാഹു തആല ഈ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അസ്മാഉൽ ഹുസ്ന പല രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. ഈ 99 ഇസ്മുകളും എല്ലാ നമസ്കാരത്തിന് ശേഷവും നമുക്ക് പറയാം. ഈ 99 ഇസ്മുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയൽ നല്ലതാണെന്നാണ്. അപ്പം ഇനി എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ 99 പേരും പറയാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരെങ്കിലും നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും, അല്ലെങ്കിൽ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 20 പേര് പറയുക. അള്ളാഹുവിൻ്റെ ആദ്യത്തെ 20 പേര്, പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞ് രണ്ടാമത്തെ 20 പേര്, അസർ നിസ്കാരം കഴിഞ്ഞ് മൂന്നാമത്തെ 20 പേര്, അങ്ങനെ 20 പേരുകൾ വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ദിവസം ഈ മൊത്തവുമായി ഈ അള്ളാഹുവിൻ്റെ പേര് പറയാൻ പറ്റും. ഇവിടെ പല ആളുകളും ഈ അസ്മാഉൽ ഹുസ്ന പറയുമ്പോൾ പല രൂപത്തിലാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ യാ അല്ലാഹ്, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസു അങ്ങനെ യാ എന്ന് ചേർത്ത് പറയാറുണ്ട്. ചില ആളുകൾ യാ അല്ലാഹ്, യാ റഹ്മാനു, യാ അല്ലാഹ്, യാ റഹീമു, യാ അല്ലാഹ്, യാ മലിക്കു, യാ അല്ലാഹ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകളോ യാ അല്ലാഹു ജല്ല ജലാലു, യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലിക്കു ജല്ല ജലാലു, ജല്ല ജലാലു ജല്ല ജലാലു എന്ന് ചേർത്ത് പറയുന്ന ചില ആളുകളുണ്ട്. എങ്ങനെ പറഞ്ഞാലും നമുക്ക് അസ്മാഉൽ ഹുസ്ന പറഞ്ഞ പ്രതിഫലം കിട്ടും. പക്ഷേ ഈ പറയപ്പെട്ട രൂപങ്ങളിൽ അതിശ്രേഷ്ഠമായ, നമുക്ക് പറയാൻ എളുപ്പവും അതുപോലെ തന്നെ നമുക്ക് പറയൽ വളരെ അധികം പുണ്യമുള്ളതുമായ ഒരു രൂപം യാ അല്ലാഹ്. എല്ലാ പേരിൻ്റെയും അവസാനം അല്ലാ എന്ന് ചേർത്ത് പറയലാണ്. ഉദാഹരണം, യാ അല്ലാഹ്, യാ റഹ്മാനു, യാ അല്ലാഹ്, യാ റഹീമു, യാ അല്ലാഹ്, യാ മലിക്കു, യാ അങ്ങനെ യാ എന്ന് ചേർത്ത് അവസാനം അല്ലാഹ് എന്ന് ചേർത്ത് പറയലാണ് അള്ളാഹുവിൻ്റെ 99 പേര് പറയുന്നതിൻ്റെ നല്ല ഒരു രൂപം. അതല്ലാതെ നമുക്ക് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഈ 99 പേരുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് പുണ്യമുണ്ട്. അതല്ലാതെ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം വീതം, ഒരു ദിവസം 3 പ്രാവശ്യം 99 പേര് പറയൽ വളരെ
വളരെ പുണ്യമാണ്. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നമ്മൾ 8 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നതാണ്. പിന്നെയോ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 11 വട്ടം അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു എന്താണോ അവൻ ആ ദുആയിൽ പറഞ്ഞത് പിന്നെ വീണ്ടും അവനിക്ക് ആ ദുആ മടക്കേണ്ടി വരില്ല. അതായത് അല്ലാഹു എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നതാണെന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഇങ്ങനെ ഓരോ ഇസ്മുകൾ വ്യത്യസ്തമായ എണ്ണത്തിൽ പറഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഓരോ ഇസ്മും 1000 വട്ടം വീതം, ഓരോ അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഓരോ പേരും 1000 വട്ടം വീതം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാര്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു താല തരും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ ഈ 99 പേരുകൾ പറഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയാം. ഒരുപാട് പോരിശയുള്ളതാണ് ഈ അള്ളാഹുവിൻ്റെ 99 പേര്. ഈ 99 പേര് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വുളു ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വലിയ അശുദ്ധി നിന്നൊക്കെ ശുദ്ധിയാവൽ നല്ലതാണ്. ഇനി മെൻസസ് ഉള്ള ഉമ്മമാര് അവർക്കൊക്കെ ഇത് ചൊല്ലാവുന്നതാണ്. ഇനി ആ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇത് ഖുർആൻ ആയത്തൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് നിസ്കാരമില്ലാത്ത സമയത്തും ഉള്ള സമയത്തും ഒക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അസ്മാഉൽ ഹുസ്ന ഒരു പ്രാവശ്യം വീതം നമുക്കിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പോവാം. അല്ലാഹു തആല ഈ ഓരോ ഇസ്മു പറയുമ്പോഴും എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞോ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹ്ഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദലു യാ അല്ലാഹ് യാ ലതീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു
يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ 99 അതിമഹത്തായ സുന്ദരമായ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറക്കപ്പെട്ട പേരുകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. യാ അല്ലാഹ് എന്ന് ചേർത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണുള്ളത്. അതല്ലാതെ യാ അല്ലാഹ് എന്ന് ചേർക്കാതെ അർ റഹ്മാൻ, അർ റഹീമു, അൽ മലിക്കു, അൽ ഖുദ്ദൂസു, അസ്സലാമു, അൽ മുഅ്മിൻ അങ്ങനെയും പറയാവുന്നതാണ്. അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. അതല്ല, ഇങ്ങനെ പറയലാണ് യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ എന്ന് പറയലാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ അള്ളാഹുവിൻ്റെ 99 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഓരോ പേരിനുമുള്ളത്. ഓരോ പേരിൻ്റെയും നേട്ടങ്ങൾ പല വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും പറയാനുണ്ട്, നമുക്കത് പറയാം. 99 പേരുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ ഒരുപാട് നേട്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ ഈ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്. അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു. സ്വർഗത്തിൽ കടന്നു അത്രമാത്രം. അതായത് ഈ പേര് പഠിച്ചതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കുന്നല്ല, ഈ അവൻ ചെയ്യേണ്ട അമലുകളും അവൻ ചെയ്യേണ്ട ഫർളായ സുന്നത്തായ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു അള്ളാഹുവിൻ്റെ 99 പേരും മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഇത് 1-2 ദിവസമൊക്കെ നമ്മൾ ആവർത്തിച്ചിങ്ങനെ ഓതിയാൽ തന്നെ നമുക്കിത് ഓരോ പേരും പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ഇത് മനഃപ്പാഠമാക്കിയില്ല എങ്കിലും അവരെ കൊണ്ട് ഒരു പ്രാവശ്യം ഇത് പറയിപ്പിച്ചാൽ ഒരുപാട് നേട്ടമാണ്.
അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഈ 99 പേരുകൾ നമുക്ക് നിത്യമായി പറയാനുള്ള വലിയ തൗഫീക്ക് പടച്ചവൻ തരുമാറാവട്ടെ. ഓരോ പേരും പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ ഗുണങ്ങളുണ്ടോ. യാ ലത്തീഫ് യാ അല്ലാ, യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ, അങ്ങനെയുള്ള ഇസ്മുകൾക്കൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ്. അതൊക്കെ 1000 വട്ടം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളത് പറയാറുണ്ട്. യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള പേര് അല്ലെ ഒരുപാട് വട്ടം നമ്മൾ ഒരുപാട് പേര് പറയാറുള്ള ഒരു ഇസ്മു കൂടിയാണ് അള്ളാഹുവിൻ്റെ ആ ഒരു 99 പേര് യാ ലത്തീഫ് യാ അല്ലാ. എന്തുമാവട്ടെ, അൽഹംദുലില്ലാ, ആ പേരുകളൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കാൻ അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. നിരവധി പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. സ്വർഗത്തിൽ നമുക്ക് വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.